ഏട്ടന്മാരുടെ ഭാര്യമാരൊക്കെ ഇവർക്ക് ഏട്ടന്മാർക്കൊക്കെ സ്നേഹമൊക്കെ തന്നെ, പക്ഷെ എന്നാലും ഇവരുടെ ഭാര്യമാരൊക്കെ ഇവര് ഉമ്മാനെ അങ്ങനെ നോക്കുന്നില്ല. ചോറൊക്കെ വേണമെങ്കിൽ ഇന്ന് അമ്മ ചോറ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ കെയർ ചെയ്യേണ്ട രീതി ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ഏട്ടത്തി ഇന്ന് ട്രെയിൻ ബുക്ക് ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും ലോങ് കൊണ്ടുവന്ന് ഇപ്പൊ ഉമ്മ 3 മാസമായിട്ട് എന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അവിടെ പറഞ്ഞത് എന്താ പറയാ, ആ ഒരുപെട്ട അവനെ പോലെയുള്ള ഒരു അത്ര തെറി വിളിച്ചിട്ട് ഏട്ടത്തി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഒരുത്തന്റെ കൂടെ പോയി നിൽക്കാൻ ഉമ്മാക്ക് നാണല്ലേ, ഞങ്ങളുടെ വാപ്പ എന്തായാലും മരിച്ചു, ഇനി ഉമ്മയെ മരിച്ചു ഞങ്ങൾ കൂട്ടിക്കോളാം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉമ്മയില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഉമ്മാനെ കാണണ്ടാന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഫീൽ ഉണ്ടല്ലോ, എന്ത് തെറ്റ് ചെയ്തിട്ടാ നമ്മള്. പക്ഷെ നമ്മുടെ മനസ്സ് ശരിയെന്ന് പറയുന്ന കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത്. ശരി, അതെ. പക്ഷെ എങ്കിൽ പോലും അവരുടെ ആ ഒരു സംസാരത്തിന് അതിന് മാത്രം തെറ്റ് ഞാൻ എന്താ ചെയ്തേ? ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ പറയുന്ന ഇവരെ പോലെ ഇപ്പൊ എന്ത് രീതിയിലാണ് ഞാൻ ഇവർക്ക് ജീവിക്കുന്നത്? ഞാനെന്ന ഇതെന്താണ് ഞാൻ അറിഞ്ഞു ഞാനായിട്ട് ഒരു പെൺകുട്ടി എന്നെ കൊടുത്ത് കരയുന്നുണ്ടോ? ഇല്ല. ഒരു കുടുംബത്തിന് ഞാൻ കണ്ണീരാക്കിയോ? ഇല്ല. എന്റെ ഉമ്മാനെ ഞാൻ ഇന്ന് എന്റെ പൊന്നുപോലെ, എനിക്കിപ്പോഴും അറിയാം എന്റെ കുടുംബം അല്ലെങ്കിൽ ഉമ്മയെ നമ്മളെ ഉൾക്കൊണ്ടാൽ മാത്രമാണ് നമുക്ക് സമൂഹത്തിൽ സക്സസ് ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ ഉമ്മ എന്നെ കൂടെ പിടിച്ചിട്ടുണ്ട്, ഉമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒരു കണ്ണീര് വയ്ക്കുന്നുണ്ട്, ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന്റെ എനിക്ക് സക്സസ് എനിക്ക് കിട്ടുന്നുണ്ട്.